നമസ്കാരം. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ സമാപനത്തോടനുബന്ധിച്ച് നടത്തിയ INDA സഖ്യത്തിന്റെ മെഗാ റാലിയിൽ രാഹുൽ ഗാന്ധി നടത്തിയ ശക്തി പരാമർശത്തിന് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാ അമ്മമാരും പെൺമക്കളും തനിക്ക് ശക്തിയുടെ രൂപങ്ങളാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തെലങ്കാനയിൽ ജഗ്ത്യാലിയിൽ നടന്ന റാലിയിൽ സംസാരിക്കവെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും മറുപടി നൽകിയിരിക്കുന്നത്. INDA മുന്നണി അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുന്നു. ശക്തിയെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നവരും നശിപ്പിക്കുന്നവരും തമ്മിലാണ് ഇത്തവണ പോരാട്ടം. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ അമ്മമാരും പെൺമക്കളുടെ ശക്തിയുടെ രൂപമാണ്. ഞാൻ അവരെ ആരാധിക്കുന്നുണ്ട്. ഞാൻ ഭാരത മാതാവിന്റെ ആരാധകനാണ്. ശക്തി നശിപ്പിക്കുക എന്നതാണ് അവരുടെ പ്രകടന പത്രികയിലെ ഏറ്റവും വലിയ വെല്ലുവിളി. ആ ശക്തിയുടെ നാശത്തെക്കുറിച്ച് ആരെങ്കിലും സംസാരിക്കാമോ? ചന്ദ്രയാൻ ഇറങ്ങിയ സ്ഥലത്തിന് ശിവശക്തി എന്ന് നാമകരണം ചെയ്ത് ചന്ദ്രയാൻ ദൗത്യത്തിന്റെ വിജയം ഞങ്ങൾ സമർപ്പിച്ചു. ശക്തിയെ ആരാധിക്കുന്നവരും ശക്തിയെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരും തമ്മിലാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടം എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അതേസമയം തന്നെ മോദി വെറും ഒരു നടനാണ് എന്നും വോട്ടിംഗ് യന്ത്രത്തിന്റെ സഹായമില്ലാതെ മോദിക്ക് ഒരു തെരഞ്ഞെടുപ്പും വിജയിക്കാൻ സാധിക്കില്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. ഹിന്ദു മതത്തിൽ ശക്തി എന്നൊരു വാക്കുണ്ട്. ഞങ്ങളും ഒരു ശക്തിക്കെതിരെയാണ് ഇപ്പോൾ പോരാടുന്നത്. ഇവിടെ രാജാവിന്റെ ആത്മാവിലിരിക്കുന്നത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണ്. EVM-ലും രാജ്യത്തെ അന്വേഷണ ഏജൻസികളായ ED-യിലും ആദായ നികുതി വകുപ്പിലും CBI-യിലുമാണ് രാജാവിന്റെ ആത്മാവിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞു വെച്ചത്. എന്തായാലും ഈ ശക്തി പരാമർശം BJP-യെ സംബന്ധിച്ചിടത്തോളം അടുത്ത ഒരു ആയുധം തന്നെയാണ് കോൺഗ്രസിനെതിരെയുള്ള. മിക്കപ്പോഴും ഇത് നമ്മൾ കാണുന്നതാണ്. കോൺഗ്രസ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തുന്നു, അതേ പ്രസ്താവന തന്നെ തിരിച്ചടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് BJP അവർക്കെതിരെ തന്നെ പോരാടുന്നു. എന്തായാലും അത് തന്നെയാണ് ഇത്തവണയും സംഭവിച്ചിരിക്കുന്നത്. ഇത്തവണ ശക്തി പരാമർശമാണ് രാഹുൽ ഗാന്ധി മോദിക്ക് നേരെ തൊടുത്തുവിട്ടത്. അതേ ശക്തി പരാമർശം തന്നെയാണ് ഇപ്പോൾ മോദി രാഹുൽ ഗാന്ധിക്കെതിരെയും INDA എന്ന മുന്നണിക്കെതിരെയും പ്രയോഗിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.